എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഐസോമെറിസം എന്ന ടോപ്പിക്കാണ്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന വ്യത്യസ്ത തരം ഐസോമറുകൾ ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ ഉൾപ്പെടെ നമ്മൾ പറയുന്നു. ഐസോമെറിസം സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഞാൻ തൽക്കാലം 7 ബോക്സുകൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട് 1, 2, 3, 4 5, 6, 7. ഇങ്ങനെ 7 ഹെഡിങ്സിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തെ ഹെഡിങ് നോക്കുമ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇതൊരു സെറ്റായിട്ട് മനസ്സിലാക്കണം. അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന കോംപ്ലക്സിനകത്ത് കൊബാൾട്ട് ഒരെണ്ണം ഉണ്ട്. ആ സെറ്റിൽ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കോംപ്ലക്സിനകത്തും കൊബാൾട്ടിന്റെ എണ്ണം ഒരെണ്ണം. ഇതില് 5 NH3 ഉണ്ട്, ഇതിലും 5 NH3 ഉണ്ട്. ഇതില് ഒരു ബ്രോമിൻ ഉണ്ട്, ഇതിലും ഒരു ബ്രോമിൻ ഉണ്ട്. പക്ഷെ അത് അയണൈസേഷൻ സ്പിയറിലാണെന്നൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഒരു SO4 ഉണ്ട്, ഇവിടെയും ഒരു SO4 ഉണ്ട്. പക്ഷെ അയാള് ആ SO4 എന്നുള്ള ആള് അയണൈസേഷൻ സ്പിയറിലാണെന്നൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഒന്നാമത്തെ സെറ്റ് പരിശോധിക്കുന്ന സമയത്ത് കൊബാൾട്ടിന്റെ എണ്ണം തുല്യം, NH3യുടെ എണ്ണം തുല്യം, Br-ന്റെ എണ്ണം തുല്യം, SO4ന്റെ എണ്ണവും തുല്യം. അതായത് ഈ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇനി ഞാൻ പറഞ്ഞു, ഇത് അയണൈസ് ചെയ്യുന്ന സമയത്ത് അയണൈസേഷൻ സ്പിയറിലുള്ള പാർട്ടിക്കിൾ മാത്രമേ അയണൈസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇവിടെ Br-ന് അയണൈസ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് കോർഡിനേഷൻ സ്പിയറിനകത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കോമ്പൗണ്ട് അയണൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് സൾഫേറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സൾഫേറ്റിന്റെ ടെസ്റ്റുകൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതായത് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നു എന്നുള്ളതാണ് സൾഫേറ്റിന്റെ ടെസ്റ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ആളുടെ പ്രത്യേകത, സൾഫേറ്റ് ഉണ്ടെങ്കിൽ പോലും അത് കോർഡിനേഷൻ സ്പിയറിനകത്തായതുകൊണ്ട് സൾഫേറ്റിന്റെ ടെസ്റ്റുകൾ റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. പകരം അത് ബ്രോമിന്റെ ടെസ്റ്റുകളാണ്, സിൽവർ നൈട്രേറ്റ് ഒഴിക്കുന്ന സമയത്ത് പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തരുന്ന ആ ടെസ്റ്റുകളാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒന്നാമത്തെ സെറ്റിൽ എഴുതിയിരിക്കുന്ന ഈ 2 എക്സാമ്പിൾസിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിലും രണ്ടുപേരുടെ സ്ട്രക്ചറൽ ഫോർമുലയും പ്രോപ്പർട്ടീസും വ്യത്യാസമാണെന്ന് പറയണം. അപ്പൊ അല്ലെങ്കിൽ ആ രണ്ടുപേരും ഐസോമറുകളാണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഐസോമറിസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വേറൊന്നുമില്ല, ഒരു സെറ്റായിട്ട് ഐസോമറിസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ 2 കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് വ്യത്യാസമാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല വ്യത്യാസമാണ്. എങ്കിൽ ആ സെറ്റിനെ നമ്മൾ ഐസോമർസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയാണ് ഐസോമെറിസം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഒന്നാമത്തെ സെറ്റിന്റെ പ്രത്യേകത കണ്ടു. അവിടെ കോർഡിനേഷൻ സ്പിയറിലെ അയോണുകളും അയണൈസേഷൻ സ്പിയറിലെ അയോണുകൾ വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒന്നാമത്തെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് അയോണൈസേഷൻ ഐസോമെറിസം എന്ന് അറിയപ്പെടുന്നു. അയോണൈസേഷൻ ഐസോമെറിസം. ഇനി രണ്ടാമത്തെ സെറ്റ് പരിശോധിച്ചാൽ അവിടുത്തെ വ്യത്യാസം, അവിടെ അയണൈസേഷൻ സ്പിയറിൽ ഇവിടെയും ക്ലോറിൻ ഉണ്ട്, ഇവിടെയും ക്ലോറിൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും അയണൈസേഷൻ ഐസോമെറിസം അല്ല. പകരം വാട്ടറിന്റെ എണ്ണത്തിൽ വ്യത്യാസമാണ് കാണുന്നത്. ഇവിടെ 6 വാട്ടർ മോളിക്കൂൾ ഉണ്ട്, ഇവിടെ കോർഡിനേഷൻ സ്പിയറിൽ 5 ഉണ്ട്. ടോട്ടൽ 6 ഉണ്ടെങ്കിലും കോർഡിനേഷൻ സ്പിയറിനകത്ത് 5 എണ്ണമേ കാണുന്നുള്ളൂ. സോ വാട്ടറിന്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ള ആ ഐസോമെറിസത്തിനെ നമ്മൾ ഹൈഡ്രേറ്റ് ഐസോമെറിസം എന്ന് പറയാം. ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സെറ്റ് പരിശോധിച്ചാൽ അവിടെ കൊബാൾട്ട് സെയിം, NH3 സെയിം, NO2 ഇവിടെ ONO എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അതായത് NO2 എന്ന ലിഗാൻഡിന്റെ നൈട്രജൻ ആറ്റം കൊണ്ടാണ് NO2 എന്നറിയപ്പെടുന്ന ലിഗാൻഡിന്റെ നൈട്രജൻ ആറ്റം കൊണ്ട് ഇവിടെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം NO2 എന്ന ലിഗാൻഡിന്റെ ഓക്സിജൻ ആറ്റം കൊണ്ട് ഇവിടെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. NO2ന്റെ N കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ NO2ന്റെ O കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിങ്കിങ്ങിന്റെ വ്യത്യാസം, ലിങ്കിങ്ങിന്റെ പൊസിഷനിലെ വ്യത്യാസമായതുകൊണ്ട് ആ സെറ്റ് ഐസോമെറിസത്തിനെ നമ്മൾ ലിങ്കേജ് ഐസോമെറിസം എന്നാണ് അറിയപ്പെടുന്നത്. ലിങ്കേജ് ഐസോമെറിസം. ഇനി നാലാമത്തെ സെറ്റ് നോക്കിയാൽ നമ്മൾ സാധാരണ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് കാണുമ്പോൾ അതിലെ കാറ്റയോണിക് പാർട്ട് കോർഡിനേഷൻ സ്പിയർ ആയിരിക്കാം, അല്ലെങ്കിൽ
ആനയോണിക് പാർട്ട് കോർഡിനേഷൻ സ്ഫിയർ ആയിരിക്കാം. പക്ഷെ ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത, ഈ ഒന്നാമത്തെ എക്സാമ്പിളിന്റെ പ്രത്യേകത, അതിൽ കാറ്റയോണിക് പാർട്ടും കോർഡിനേഷൻ സ്ഫിയർ ആണ്, ആനയോണിക് പാർട്ടും കോർഡിനേഷൻ സ്ഫിയർ ആണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സോ അങ്ങനെയുള്ള പ്രത്യേകതയുള്ള എക്സാമ്പിൾ കാണുന്ന പ്രത്യേകതയുള്ള ഐസോമെർസ് നമുക്ക് പറയാം. ഇവിടെ കൊബാൾട്ടിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് NH3, അതേസമയം ഇവിടെ കൊബാൾട്ടിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് സയനൈഡ് അല്ലെങ്കിൽ സയനൈഡോ. ഇവിടെ കോപ്പറിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് സയനൈഡോ. പക്ഷേ ഇവിടെ കോപ്പറിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് NH3. അപ്പോൾ കോർഡിനേഷനിൽ തന്നെ വ്യത്യാസം വരുന്നത് കൊണ്ട് ആ ഐസോമെറിസത്തിനെ നമ്മൾ കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയാം. കോഓർഡിനേഷൻ. ഓക്കെ. അപ്പൊ ഇനി ഈ പറഞ്ഞിരിക്കുന്ന 4 സെറ്റ് എക്സാമ്പിൾസും നമ്മുടെ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഐസോമെറിസത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് സ്ട്രക്ചറൽ ആണ്. ആ സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ വരുന്ന 4 ഹെഡിങ്സ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അയണൈസേഷൻ എന്നും ഹൈഡ്രേറ്റ് എന്നും ലിങ്കേജ് എന്നും കോഓർഡിനേഷൻ എന്ന് പറയുന്ന 4 ഹെഡിങ്സ് നമ്മൾ ഇതുവരെ സംസാരിച്ചു. ഓക്കെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ 2 കോമ്പൗണ്ടുകൾ പരിശോധിച്ചാൽ ആ 2 കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് വരികയും ആ രണ്ടുപേരുടെയും സ്ട്രക്ചറൽ ഫോർമുലയും പ്രോപ്പർട്ടീസും വ്യത്യസ്തമാവുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന ഹെഡിങ് കൊണ്ട് പറയുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഐസോമെറിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹെഡിങ് എന്നുള്ളത് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. ഈ സ്ട്രക്ചറൽ ഐസോമെറിസത്തിന്റെ അകത്ത് വരുന്ന 4 ഹെഡിങ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അയണൈസേഷൻ എന്നും ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് എന്നും ലിങ്കേജ് എന്നും കോർഡിനേഷൻ എന്നും. അപ്പൊ അതില് ലിഗാൻഡിന്റെ തന്നെ കോർഡിനേഷൻ സൈറ്റിൽ വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ ലിങ്കിങ് പൊസിഷനിൽ വ്യത്യാസം വന്നാൽ NO2 N കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, NO2 O കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലിഗാൻഡിന്റെ കോർഡിനേഷൻ സൈറ്റ് വ്യത്യാസം വരുന്ന ആ ലിഗാൻഡിനെ നമ്മൾ സാധാരണ ആംബിഡെന്റ് ലിഗാൻഡ് എന്ന് പറയും. അപ്പൊ ഡെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം കോർഡിനേഷൻ സൈറ്റ് ആണ്. ഡെന്റൽ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ട്. ഡെന്റൽ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ സൈറ്റ് ആണ്. അപ്പൊ 2 സൈഡിലും കോർഡിനേഷൻ സൈറ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ സാധാരണ ആംബിഡെന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംബിഡെന്റ് ലിഗാൻഡ് ആണ് ഈ NO2. NO2വിന്റെ ഒരു കോർഡിനേഷൻ സൈറ്റ് N-ഉം മറ്റൊരു കോർഡിനേഷൻ സൈറ്റ് O-യും ആണ്. 2 സ്ഥലം കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർ കാണിക്കുന്ന ഐസോമെറിസമാണ് ലിങ്കേജ് ഐസോമെറിസം. ഇനി ലിഗാൻഡിന്റെ തന്നെ വ്യത്യാസം വരുന്നു. ഇവിടെ കൊബാൾട്ടിന്റെ കൂടെ NH3, ഇവിടെ കൊബാൾട്ടിന്റെ കൂടെ Cn, ഇവിടെ കോപ്പറിന്റെ കൂടെ Cn, ഇവിടെ കോപ്പറിന്റെ കൂടെ NH3. അങ്ങനെ വന്നാൽ അത് ലിങ്കേജ് ഐസോമെറിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കോർഡിനേഷൻ ഐസോമെറിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. ഐസോമെറിസം 2 പ്രധാനപ്പെട്ട ഹെഡിങ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് പഠിച്ചു കഴിഞ്ഞു, സ്ട്രക്ചറൽ ഐസോമെറിസം. അതിനകത്തുള്ള 4 ഹെഡിങ്സ് പറഞ്ഞു: അയണൈസേഷൻ, ഹൈഡ്രേറ്റ്, ലിങ്കേജ്, കോർഡിനേഷൻ. ഓക്കെ. ഇനി ഇപ്പുറത്തോട്ട് വരാം. ഈ 5ാമത്തെ ഹെഡിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനൊരു എക്സാമ്പിൾ: PT NH3 twice Cl2. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ ലിഗാൻഡിന്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് നമുക്കറിയാം. ഇവിടെ 2 ലിഗാൻഡ്, ഇവിടെ 2 ലിഗാൻഡ്. അങ്ങനെ നമുക്ക് ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 4 ആണ്. കോർഡിനേഷൻ നമ്പർ 4 വന്നാൽ നമുക്ക് 2 സ്ട്രക്ചറിന്റെ സാധ്യതകളുണ്ട്. ഒന്ന് ടെട്രാഹെഡ്രലും മറ്റൊന്ന് സ്ക്വയർ പ്ലാനാറും. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ സ്ക്വയർ പ്ലാനാറിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 5ാമത്തെ ഹെഡിങ്ങിനകത്ത് ഇതൊരു സ്ക്വയർ പ്ലാനാർ ആണ്. സ്ക്വയർ പ്ലാനാർ. ആ സ്ക്വയർ പ്ലാനാറില് പ്ലാറ്റിനം ദാ വരച്ചിട്ടുണ്ട്. 2 NH3 വരയ്ക്കണം. സോ 2 NH3 കാണിക്കാം. NH3. അതുപോലെ 2 Cl കാണിക്കാം. Cl. ഇനി അല്ലെങ്കിൽ മറ്റൊരു മാർഗം, ഒരു NH3 ഇവിടെയും ഒരു NH3 ഇവിടെയും വരയ്ക്കാം. ഒരു Cl ഇവിടെയും ഒരു Cl ഇവിടെയും. ഓക്കെ. അപ്പൊ ഇനി ഈ 2 ഐസോമർ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ ഐസോമറിന്റെ പ്രത്യേകത ഒരേപോലുള്ള Cl അല്ലെങ്കിൽ ഒരുപോലുള്ള ലിഗാൻഡുകൾ ഒരേ സൈഡിലാണ് കാണുന്നത്. അതേസമയം ഈ ഐസോമറിന്റെ പ്രത്യേകത ഒരേപോലുള്ള ലിഗാൻഡുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് കാണുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് സെയിം ലിഗാൻഡുകൾ അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡ് തന്നെ വന്നാൽ അങ്ങനെയുള്ള ഐസോമറുകളെ നമ്മൾ സാധാരണ സിസ് ഐസോമർ എന്ന് പറയാറുണ്ട്. ഇനി ഒരുപോലത്തെ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡ് വന്നാൽ അങ്ങനെയുള്ള ഐസോമറുകളെ നമ്മൾ സാധാരണ ട്രാൻസ് ഐസോമർ എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ട്രാൻസ് ഉൾപ്പെടുന്ന ഈ ഹെഡിങ് സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയാം. സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയാം.
ഇത് ജോമെട്രിക്കൽ ഐസോമെറിസത്തിന്റെ ഒരു കാറ്റഗറിയാണ്. ജോമെട്രിക്കൽ. ഈ പറഞ്ഞിരിക്കുന്ന ഐസോമെറിസം മറ്റൊരു വാക്ക് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ഐസോമെറിസം എന്നൊരു വാക്ക് പറഞ്ഞു. രണ്ടാമതൊരു വാക്ക് ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസത്തിൽ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ജോമെട്രിക്കൽ. ജോമെട്രിക്കിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് സിസ് ട്രാൻസ്. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് കാണിക്കുന്ന സിസ് ട്രാൻസ് ഐസോമെറിസം നമുക്ക് വരച്ചാൽ അറിയാം. ഇനി അടുത്ത ഈ രണ്ടാമത്തെ സെറ്റ് എക്സാമ്പിൾ പരിശോധിക്കുമ്പോൾ ഇവിടെ 4 ലിഗാൻഡ്, ഇവിടെ 2 ലിഗാൻഡ്. ഇപ്പൊ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. കോർഡിനേഷൻ നമ്പർ 6 വരുന്ന ജോമെട്രിയുടെ പ്രത്യേകത അത് ഒക്ടാഹെഡ്രൽ ആയിട്ട് വേണം വരയ്ക്കാൻ. ഒക്ടാഹെഡ്രൽ. ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ അഞ്ചാമത്തെ ഹെഡിങ് ആയിട്ട് പറഞ്ഞത് സിസ് ട്രാൻസ് ഐസോമെറിസം ആണ്. സിസ് ട്രാൻസ് ഐസോമെറിസം എന്താണ് എന്ന് ചോദിച്ചാൽ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡ് വന്നാൽ അത് സിസും, സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡ് വന്നാൽ അത് ട്രാൻസും ആണ്. ഇനി സിസ് ട്രാൻസ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഉണ്ട്. ആ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ സിസും ട്രാൻസും വരയ്ക്കാൻ അറിയാം. ഇനി അതുപോലെ തന്നെ ഈ സിസ് ട്രാൻസ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്ന മറ്റൊരു തരം കോംപ്ലക്സ് ഉണ്ട്. അത് ഒക്ടാഹെഡ്രൽ ആണ്. അതിന് എക്സാമ്പിളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ NH3 4 കാണിക്കാം. NH3 4 NH3 1, NH3 2, NH3 3, NH3 4. ഇനി 2 Cl കാണിക്കാം. Cl. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം ഒരേപോലത്തെ ലിഗാൻഡുകൾ. നമുക്ക് അമോണിയ വെച്ച് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, കാരണം അമോണിയ സെയിം സൈഡും ഉണ്ട് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറിൻ വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ക്ലോറിൻ ഇവിടെ സെയിം സൈഡ് ആയതുകൊണ്ട് ഇത് സിസ് ഐസോമർ ആണ്. അതേസമയം ക്ലോറിൻ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാം. 2 ക്ലോറിൻ, ബാക്കി NH3 ഇത് ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡ് വന്നതുകൊണ്ട് അത് ട്രാൻസ് ആണ്. ട്രാൻസ്. ശരി. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്കാം. നമുക്ക് ഐസോമെറിസത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഐസോമെറിസം 2 പ്രധാനപ്പെട്ട ഹെഡിങ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് സ്ട്രക്ചറൽ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിന് 4 ഹെഡിങ്സ് ഉണ്ട്. അയനൈസേഷൻ ഐസോമെറിസം, ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമെറിസം, ലിങ്കേജ് ഐസോമെറിസം, പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ ഐസോമെറിസം. അങ്ങനെ 4 എണ്ണം. ഇനി രണ്ടാമത്തെ സ്റ്റീരിയോ ഐസോമെറിസത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം പലതരത്തിലുണ്ട്. അതിലൊന്നാണ് സിസ് ട്രാൻസ് ഐസോമെറിസം. ആ സിസ് ട്രാൻസ് ഐസോമെറിസം കാണിക്കുന്ന കോംപ്ലക്സുകൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സും ഉണ്ട്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും ഉണ്ട്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അതിൽ ഒക്ടാഹെഡ്രൽ കാണിക്കുന്ന സിസും ട്രാൻസും വരയ്ക്കാൻ അറിയാം. സ്ക്വയർ പ്ലാനാർ കാണിക്കുന്ന സിസും ട്രാൻസും വരയ്ക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ 6ാമത്തെ സെറ്റിലേക്ക് പോവാം. അപ്പൊ അവിടുത്തെ പ്രത്യേകത അവിടെ ഈ ലിഗാൻഡിന്റെ എണ്ണം നോക്കുമ്പോൾ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് ഇവിടെ 3, ഇവിടെ 3. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6 തന്നെ. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സിന്റെ ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ്. അപ്പൊ ഞാൻ ഈ 3 NH3 ആദ്യം ഇതിനകത്ത് നിന്ന് വരയ്ക്കാം. ഈ 3 NH3 കാണിക്കാം. NH3. അതുപോലെ തന്നെ 3 Cl കാണിക്കാം. Cl. അപ്പൊ ആദ്യത്തെ ഐസോമർ നോക്കിയാൽ തന്നെ അറിയാം അതില് ഒരേപോലത്തെ ലിഗാൻഡുകൾ NH3 ഒക്ടാഹെഡ്രലിന്റെ ഒരു ഫേസിന്റെ കോർണേഴ്സിലേക്കാണ് വരുന്നത്. ഒക്ടാഹെഡ്രലിന്റെ പ്രത്യേകത, ഒക്ടാഹെഡ്രലിൽ നമുക്കറിയാം 8 വശങ്ങളുണ്ട്. അതിൽ ഒരു വശത്തിന്റെ കോർണേഴ്സിലായിട്ടാണ്, കോർണറായിട്ടാണ് ഒരേപോലത്തെ ലിഗാൻഡുകൾ വരുന്നത്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ വരച്ചാൽ NH3. അവിടെ ഒരു വശമല്ല വരച്ചിരിക്കുന്നത്, ഒരു മധ്യരേഖ പോലെ, ഒരു മീഡിയൻ പോലെ, ഒരു നടുക്കൂടെ ഇങ്ങനെ വരയ്ക്കും പോലെ കാണിച്ചിട്ടുണ്ട്. ഒരുപോലത്തെ NH3, ബാക്കി Cl. ഇത്രയും കാണിച്ചു. അപ്പോ ഈ 6ാമത്തെ സെറ്റിന്റെ പ്രത്യേകത, 6ാമത്തെ സെറ്റ് നമുക്ക് 2 രീതിയിൽ വരയ്ക്കാം. അതിൽ 3 വീതം ലിഗാൻഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് സിസ് ട്രാൻസ് എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ ഈ ഐസോമറിന്റെ പ്രത്യേകത ഒരുപോലത്തെ ലിഗാൻഡുകൾ ഒരു ഫേസിന്റെ കോർണേഴ്സിലേക്ക് വരുന്നു. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരുപോലത്തെ ലിഗാൻഡുകൾ ഒരു മെറിഡിയൻ പൊസിഷൻ പോലെ, ഒരു മധ്യരേഖ പോലെ വരുന്നുണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ ഈ ആദ്യത്തെ ഐസോമറിനെ നമ്മൾ വിളിക്കുന്ന പേര് പൂർണ്ണമായും പറയാനാണെങ്കിൽ അത് ഫേഷ്യൽ ഐസോമെറിസം എന്ന് പറയണം. ഫേഷ്യൽ, FACIAL.
അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് ഐസോമറിന്റെ പ്രത്യേകത അതൊരു മെറിഡിയൻ പൊസിഷനിലാണ് ഒരുപോലത്തെ ലിഗാൻഡുകൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അത് മെറിഡിയോണൽ ആണ്. മെറിഡിയോണൽ. അപ്പൊ ഇങ്ങനെ ഫേഷ്യൽ ഐസോമറിസവും മെറിഡിയോണൽ ഐസോമറിസവും കാണിക്കണമെങ്കിൽ ആ കോംപ്ലക്സിന് ഒരു പ്രത്യേകത ഉണ്ടാവണം. ആ കോംപ്ലക്സ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കണം. തീർന്നില്ല, അതിനകത്ത് ഒരു മെറ്റൽ ആറ്റം ഞാൻ എം എന്ന് റെപ്രസെന്റ് ചെയ്താൽ, ആദ്യം കാണിക്കുന്ന ലിഗാൻഡിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്താൽ, രണ്ടാമത്തെ ലിഗാൻഡിനെ ബി എന്ന് റെപ്രസെന്റ് ചെയ്താൽ, ആദ്യത്തെ ലിഗാൻഡ് 3 വേണം, സോ A3. രണ്ടാമത്തെ ലിഗാൻഡ് 3 വേണം, B3. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം MA3B3 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 3 വീതം ലിഗാൻഡുകൾ കാണിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഐസോമറിസമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് ഒരുപോലത്തെ ലിഗാൻഡുകൾ ഒരു ഫേസിന്റെ കോർണേഴ്സിലേക്ക് വന്നത് ഫേഷ്യൽ അല്ലെങ്കിൽ ഫാക്ക് ഐസോമറിസം എന്ന് പറയാം. ഒരുപോലത്തെ ലിഗാൻഡുകൾ ഒരു മെറിഡിയൻ പൊസിഷനിൽ വന്നാൽ അത് മെറിഡിയോണൽ അല്ലെങ്കിൽ മെർ ഐസോമർ എന്ന് പറയാം. ഈ വാക്കും കൂടി ചേർത്തിട്ട് 6ാമത്തെ ഹെഡിങ് തയ്യാറാക്കാം. അതിന് നമുക്ക് ഫാക്ക് മെർ ഐസോമറിസം എന്ന് പറയണം. അപ്പൊ 6ാമത്തെ ഹെഡിങ് അത് ഫാക്ക് മെർ ഐസോമറിസം ആണ്. അതും ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ വരുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമറിസത്തിൽ വരുന്ന ഒരു ഹെഡിങ് ആണ്. നമുക്ക് ഒന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്യാം. സ്റ്റീരിയോ ഐസോമറിസം ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ ഒരു ടൈപ്പാണ് സിസ്റ്റൈൻസ് ഐസോമറിസം. അതിൽ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ഫാക്ക് മെർ ഐസോമറിസം. ശരി, അപ്പൊ ഇതുവരെയുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഐസോമറിസത്തിനെ പറ്റിയാണ്. രണ്ട് കോമ്പൗണ്ടുകൾ കാണുമ്പോൾ രണ്ട് കോമ്പൗണ്ടിന് ഒരേ മോളിക്കുലർ ഫോമിൽ വ്യത്യസ്ത പ്രോപ്പർട്ടീസും വന്നാൽ ഐസോമറുകളാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ കാറ്റഗറൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം സ്ട്രക്ചറൽ ഐസോമറിസവും രണ്ടാമത് സ്റ്റീരിയോ ഐസോമറിസവും പറയാം. സ്ട്രക്ചറൽ ഐസോമറിസത്തിന്റെ പ്രത്യേകത, സ്ട്രക്ചറൽ ഐസോമറിസം 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അയനൈസേഷൻ എന്ന്, ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് എന്ന്, ലിങ്കേജ് എന്ന്, അതുപോലെ തന്നെ കോർഡിനേഷൻ എന്നും, അങ്ങനെ 4 ഐസോമറുകളുണ്ട്. സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ പ്രത്യേകത, സ്റ്റീരിയോ ഐസോമറിസം നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒരു കാറ്റഗറിയാണ് ജോമെട്രിക്കൽ ഐസോമറിസം. നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, സിസ് ട്രാൻസ് ഐസോമറിസം എന്നും ഫാക്ക് മെർ ഐസോമറിസം എന്നും. സിസ് ട്രാൻസ് ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളും. ഫാക്ക് മെർ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്ന കോംപ്ലക്സിന്റെ പ്രത്യേകത അത് MA3B3 ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിന് കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ലിഗാൻഡുകൾ 3 വീതമുള്ള ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കണമെന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇനി നമുക്ക് അവസാനത്തെ ഹെഡിങ്ങിലേക്ക് പോവാം. അവസാനത്തെ ഹെഡിങ് ഈ സ്പെഷ്യൽ ടൈപ്പ് കോമ്പൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന ലിഗാൻഡിന്റെ പ്രത്യേകത, ലിഗാൻഡ് EN എന്നാണ് കാണിച്ചിരിക്കുന്നത്. EN എന്താണെന്ന് നമുക്കറിയാം. EN എന്ന് ഉദ്ദേശിക്കുന്നത് CH2NH2 ഇതിനെ കാണിക്കാനുള്ള ഒരു സിമ്പിൾ വഴിയാണ് EN എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ EN കാണിച്ചാൽ ഈ CH2 ഗ്രൂപ്പ് കാണിക്കാം. ഇവിടെ CH2, ഇവിടെ NH2, ഇവിടെ NH2, ഇങ്ങനത്തെ ഒരു ലിഗാൻഡ് CH2 NH2. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതിന് ഒരേ സമയം തന്നെ ഈ നൈട്രജൻ NH2 നൈട്രജൻ ആക്റ്റീവ് ആയിരിക്കും, ഈ NH2 നൈട്രജനും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു മെറ്റൽ ഇവിടെ ഉണ്ടെങ്കിൽ ഒരേ സമയം തന്നെ ഈ ലിഗാൻഡിന് 2 സ്ഥലത്ത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. ഒരു മെറ്റലിന്റെ തന്നെ 2 സ്ഥലത്ത് ഒരു ലിഗാൻഡ് കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആംബിഡന്റിന്റെ പ്രത്യേകത, അയാൾക്ക് ഒരേ സമയം 2 കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് കോർഡിനേഷൻ സൈറ്റുകളും ഉണ്ട്, പക്ഷെ ഒരു സമയം ഒരു കോർഡിനേഷൻ സൈറ്റ് മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ ഒരേ സമയം തന്നെ 2 സ്ഥലത്ത് കോർഡിനേറ്റ് ചെയ്യാം. 2 സ്ഥലത്ത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ലിഗാൻഡുകളെ നമ്മൾ ബൈഡെന്റേറ്റ് എന്ന് പറയാറുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് 2 വാലൻസി ഇപ്പുറമുള്ള വാലൻസി ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്യാം, പക്ഷെ ഒരു സമയം ഒരെണ്ണം മാത്രം. അങ്ങനെയുള്ളത് ആംബിഡന്റ് ആണ്. പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു സമയം തന്നെ 2 സ്ഥലത്തും കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ലിഗാൻഡുകളാണ്. അപ്പോൾ ഈ ബൈഡെന്റേറ്റ് ലിഗാൻഡിന്റെ പ്രത്യേകത, ഒരു EN ഉണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ 2 ആണ്. 2 EN ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആണ്. 3 EN ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് 3 EN കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കോർഡിനേഷൻ നമ്പറിനെ നമുക്ക് 3 എന്നല്ല പറയേണ്ടത്, പകരം 6 എന്നാണ് പറയേണ്ടത്. കാരണം അത് ബൈഡെന്റേറ്റ് ആണ് അവിടുത്തെ ലിഗാൻഡ്. കോർഡിനേഷൻ നമ്പർ 6 വന്നാൽ നമുക്ക് ഒക്ടാഹെഡ്രൽ ആയിട്ട് വരയ്ക്കാം. സോ വരയ്ക്കുന്നു, ഒക്ടാഹെഡ്രൽ വരച്ചു. അതിലൊരു സാധ്യത, ഒരു EN എടുത്ത് ഈ വാലൻസി ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. ഇങ്ങനെ
രണ്ടാമതൊരു EN എടുത്തിട്ട് ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്യുക. മൂന്നാമതൊരു EN എടുത്തിട്ട് ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്യുക. ഇത് ഒരു മാർഗം. രണ്ടാമതൊരു പോസിബിലിറ്റി, ഒരു EN എടുത്ത് ഇതിലും ഇതിലും കണക്ട് ചെയ്യുക. ഇതിലും ഇതിലും പറ്റില്ല. അടുത്തൊരു EN എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. അടുത്തൊരു EN എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കാണിക്കുന്ന രണ്ട് ഐസോമറുകൾ റെഡി ആയിട്ടുണ്ട്. ഈ രണ്ട് ഐസോമറിന്റെ പ്രത്യേകത, ഇത് പരസ്പരം മിറർ ഇമേജസ് ആണെന്ന് കണ്ടാൽ അറിയാം. അതായത് ഇവിടെ ഒരു മിറർ വെച്ചാൽ കിട്ടുന്ന ഇമേജ് ആണ് രണ്ടാമത്തെ ഐസോമർ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതിൽ ആദ്യത്തെ ഐസോമറിന്റെ പ്രത്യേകത, അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ ഓർഡിനറി ലൈറ്റ് അല്ല, ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലബോറട്ടറി കണ്ടീഷനിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ആദ്യത്തെ ഐസോമർ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അതിൽ ഒരു പ്രത്യേകതയുള്ള ഗ്രൂപ്പ് ഇങ്ങനെയുണ്ട്. ഇത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ആ ലൈറ്റ് ഈ ഐസോമറിനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. പകരം ഈ ലൈറ്റ് ഇങ്ങനെ ഈ ഐസോമറിനെ ചുറ്റി ഇങ്ങനെ പോകും. ഓർഡിനറി ലൈറ്റിന്റെ കാര്യമല്ല പറയുന്നത്. എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഐസോമറിൽ തട്ടിയിട്ട് ഇതിങ്ങനെ വളഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെ വളഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ അത് വാച്ചിന്റെ സൂചി കറങ്ങുന്നത് പോലെയാണ്. വാച്ചിന്റെ സൂചി കറങ്ങുന്നത് പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഐസോമറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയാം. രണ്ടാമത്തെ ഐസോമർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതേ ലൈറ്റ് വരുന്ന സമയത്ത് അതിന് ഇങ്ങനെ പോകാൻ പറ്റില്ല. ആ ലൈറ്റ് ഇങ്ങനെ ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ ഐസോമർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് ലേവോ റൊട്ടേറ്ററി എന്ന് പറയാം. അപ്പൊ ഏഴാമത്തെ സെറ്റിൽ നമ്മൾ വരച്ചിരിക്കുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഐസോമറാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഐസോമറിനെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ലേവോ റൊട്ടേറ്ററി എന്ന് പറയാം. ഈ ഡെക്സ്ട്രോ ഐസോമറും ലേവോ ഐസോമേഴ്സും പരസ്പരം മിറർ ഇമേജസ് ആണെന്ന് കണ്ടാൽ അറിയാം. ഇനി ഈ ഇമേജ് എടുത്ത് ഇതിന്റെ പുറത്ത് ഇമ്പോസ് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ പുറത്ത് ഇമ്പോസ് ചെയ്ത് വെച്ചാൽ ഇത് ഒരേ പോലത്തെ ലിഗാൻഡ് ഒരേ സ്ഥലത്ത് കാണില്ല എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അത് പരസ്പരം ഇമ്പോസ് ചെയ്യാൻ കഴിയുന്ന ഒരാളല്ലെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഐസോമറിസത്തിനെ നമ്മൾ ഏഴാമത്തെ ഹെഡിങ് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഇതും സ്റ്റീരിയോ ഐസോമറിസത്തിനകത്ത് വരുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ സ്റ്റീരിയോ ഐസോമറിസത്തിൽ രണ്ടാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അത് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഐസോമറിസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസവും മറ്റൊന്ന് സ്റ്റീരിയോ ഐസോമറിസവും. സ്ട്രക്ചറൽ ഐസോമറിസം 4 ഹെഡിങ് ഉണ്ട്. കോർഡിനേഷൻ സ്പിയറിലെയും അയണൈസേഷൻ സ്പിയറിലെയും പാർട്ടിക്കിൾ വ്യത്യാസം കാണിക്കുന്ന അയണൈസേഷൻ ഐസോമറിസം, വാട്ടർ മോളിക്യൂളിന്റെ എണ്ണത്തിൽ വ്യത്യാസം കാണിക്കുന്ന ഹൈഡ്രേറ്റ് ഐസോമറിസം, ആംബിഡന്റ് ലിഗാൻഡുകൾ കാണിക്കുന്ന ലിങ്കേജ് ഐസോമറിസം, ലിഗാൻഡിന്റെ തന്നെ വ്യത്യാസത്തിൽ വരുന്ന കോർഡിനേഷൻ ഐസോമറിസം. രണ്ടാമത്തെ ഹെഡിങ് സ്റ്റീരിയോ ഐസോമറിസം. സ്റ്റീരിയോ ഐസോമറിസം രണ്ടായി തരംതിരിക്കാം. ജോമെട്രിക്കൽ ഐസോമറിസം എന്നും ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും. ജോമെട്രിക്കൽ ഐസോമറിസം രണ്ടായി തരംതിരിക്കാം. സിസ് ട്രാൻസ് ഐസോമറിസം എന്നും ഫാക്മർ ഐസോമറിസം എന്നും. സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്ന കോംപ്ലക്സുകൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ. ഈ ഫാക്മർ ഐസോമറിസം കാണിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ Na3B3 കോംപ്ലക്സുകൾ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ലിഗാൻഡിന്റെ എണ്ണം 6 മൊത്തത്തിൽ ഉണ്ടാവണം. പക്ഷെ 3 വീതം ലിഗാൻഡുകളുള്ള ആളായിരിക്കണം. ഇനി സ്റ്റീരിയോ ഐസോമറിസത്തിൽ വരുന്ന രണ്ടാമത്തെ ഹെഡിങ് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ പ്രത്യേകത, അവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആള് ഡെക്സ്ട്രോയും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആള് ലേവോയും ആണെന്ന് ഓർമ്മിക്കുക. ഇനി രണ്ട് ഐസോമറിന്റെ പ്രത്യേകത, അത് പരസ്പരം മിറർ ഇമേജസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഐസോമറിസത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നന്നായി എഴുതി പഠിക്കണം, എക്സാംസ് ഉൾപ്പെടെ. കാരണം നമുക്ക് ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഐസോമറിസം എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് എന്നിട്ടും നമുക്ക് എക്സാമ്പിൾസ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി എക്സാമ്പിൾ ഉൾപ്പെടെയുള്ളത് 5-6 പ്രാവശ്യം എഴുതി നല്ലവണ്ണം പഠിക്കുക.